ക്ഷമ ഈ ശ്രീനാഥ് ബാസിക്ക് ഇതെന്ത് പറ്റി? ഒരു കയറ്റം ഉണ്ടാകുമ്പോൾ പുള്ളിയായിട്ട് എങ്ങനെയെങ്കിലും താഴെ ഇറങ്ങാനുള്ളൊരു ശ്രമമാണ്. ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സിലൊക്കെ അഭിനയിക്കുന്ന എല്ലാ സിനിമകളും നല്ല കലാമൂല്യമുള്ള സിനിമകളാണ്. വാണിജ്യ മൂല്യം ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. മലയാളത്തിലെ ഏറ്റവും കൂടുതൽ ഹിറ്റായ സിനിമ മോഹൻലാലിന് പോലും സാധിച്ചിട്ടില്ല. 250 കോടി ക്ലബ്ബിലാണ് മഞ്ഞുമൽ ബോയ്സ് കയറിയത്. ഈ സിനിമയുടെ നായകനല്ല, അതൊരു മൾട്ടി സ്റ്റാർ പടമാണെങ്കിൽ ഒരു സുപ്രധാനമായിട്ടുള്ള കഥാപാത്രം സുഭാഷ് എന്ന് പറഞ്ഞൊരു കഥാപാത്രത്തെ അവതരിപ്പിക്കാനായിട്ട് സാധിച്ചു. അതിനുശേഷം വന്ന ആവേശം എന്ന് പറഞ്ഞ സിനിമയിൽ മലയാളികൾ ഇപ്പോൾ ഏറെ ഏറ്റുപാടുന്നൊരു പാട്ട് പാടാനായിട്ട് സാധിച്ചു. അതിനുശേഷം തെറിയും തുടങ്ങി. അതിനുശേഷം ഒരു വേദിയിൽ നിന്ന് ഇപ്പോൾ പാട്ട് പാടി തെറി വിളിക്കുന്ന ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. സത്യം ചോദിക്കട്ടെ, ഇവൻ്റെ തലയ്ക്ക് വല്ല ഓളമുണ്ടോ? അദ്ദേഹത്തിൻ്റെ പെരുമാറ്റമൊക്കെ നമുക്ക് മനസ്സിലാകാൻ പറ്റാത്ത രീതിയിലാണ്. അദ്ദേഹത്തിനെതിരെ പരാതി വരുന്നത് 2022-ലാണ്. 2022 സെപ്റ്റംബറിലാണ് അദ്ദേഹത്തിനെതിരെ ഒരു പരാതി വരുന്നത്. ഒരു ഓൺലൈൻ മാധ്യമ പ്രവർത്തക ഒരു സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് അവരുടെ തന്നെ പ്രൊഡ്യൂസേഴ്സ് നിർദ്ദേശിച്ച പ്രകാരം ഈ പറയുന്ന ഒരു സിനിമ ബീറ്റ് കൈകാര്യം ചെയ്യുന്ന ഓൺലൈൻ, അപ്പോൾ അവരവിടേക്ക് ചെന്നു. ഇദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിൽ ചെന്നു. അഭിമുഖം എടുത്തപ്പോൾ ഈ 3 ക്യാമറയാണ് 3 പൊസിഷനിൽ വെച്ചിരുന്നത്. ഒന്ന് ഇദ്ദേഹത്തിന്, ഒന്ന് അവതാരകയ്ക്ക്, ഒന്ന് അവർക്ക് കോമൺ ആയിട്ട് വെച്ചിരിക്കുന്ന 3 ക്യാമറ. ഈ 3 ക്യാമറയും പുള്ളി എണ്ണീറ്റ് ഒന്ന് ഓഫ് ചെയ്തു. ഇദ്ദേഹം ഒരു മാധ്യമ പ്രവർത്തകനാണ്. മാധ്യമപ്രവർത്തകൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ RJ ഒക്കെ ആയിരുന്ന ഒരാളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ക്യാമറയുടെ പൊസിഷനും ക്യാമറ ഓൺ ആണോ ഓഫ് ആണോ ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റുമല്ലോ. നമുക്കാണെങ്കിലും അത് മനസ്സിലാവുമല്ലോ. ക്യാമറ ഓൺ ആണെങ്കിലും ഓഫ് ആണെങ്കിലും നമുക്കത് മനസ്സിലാവും. ഇദ്ദേഹം എണ്ണീറ്റ് പോയി 3 ക്യാമറയും പൊസിഷനിൽ വെച്ചിരുന്ന ക്യാമറ അടക്കം 3 ഓഫ് ചെയ്ത ശേഷം ഈ അവതാരകയെ ഭീകരമായി തെറി പറഞ്ഞു. ആ കുട്ടിക്ക് കരഞ്ഞുകൊണ്ടാണ് അവിടെ നിന്ന് അതും അതിൻ്റെ കൂടെയുള്ള ക്രൂവും ഇറങ്ങി ഇവർ താഴെ വന്ന് ഇവരുടെ വണ്ടിയിൽ കയറിയപ്പോൾ ഫോണിൽ വിളിച്ചിട്ട് എനിക്ക് സോറി പറയണം, നിങ്ങൾ കയറി വരാൻ പറഞ്ഞു. അങ്ങനെ ഇവർ വീണ്ടും സോറി പറഞ്ഞ് ഈ പ്രശ്നം തീർക്കാമല്ലോ, തീർപ്പാക്കാൻ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുന്നു അറിയില്ല. അദ്ദേഹം ഇതിങ്ങനെ മറ്റേ AC കറണ്ടിൻ്റെ വേവ് കണ്ടിട്ടുണ്ടോ? ഇതിങ്ങനെ കയറും ഇറങ്ങും ഇങ്ങനെ പോകും. DC ആണെങ്കിൽ ഒരേ സമയത്ത് ഇങ്ങനെ ഒരേ സൈഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. AC ആകുമ്പോഴത്തേക്ക് ഇങ്ങനെയാണ് എൻ്റെ വേവ് പോവുക. ഇതുപോലെയാണ് ഇദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ സ്വഭാവം. അപ്പോൾ ഇദ്ദേഹം വീണ്ടും വിളിച്ചു വരുത്തി ഇപ്പോൾ ഒരു വിചാരിച്ചു സെറ്റിൽമെൻ്റ് ആക്കാം. എന്തായാലും ഒരു നടനാണ്, മാത്രമല്ല ഇത് ഫിലിം ബീറ്റ് കൈകാര്യം ചെയ്യുന്ന ഒരു ഓൺലൈൻ സ്ഥാപനം കൂടെയാണ്. സ്വാഭാവികമായിട്ട് സിനിമാക്കാരെവർക്കും വെറുപ്പിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടല്ലോ. അപ്പോൾ അതൊരു ഒത്തുതീർപ്പാക്കി അങ്ങ് പോകാമെന്ന് അവരുടെ ഓഫീസിൽ ഇത് ആദ്യമേ അറിയിച്ചു. ഈ ഓഫീസിൽ നിന്ന് അങ്ങനെയാണെങ്കിൽ അത് സോറി പറഞ്ഞാൽ ആ കുട്ടിയുടെ വിഷമം മാറുമെങ്കിൽ അതങ്ങ് തീരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഈ ഓഫീസിൽ നിന്ന് പറഞ്ഞെങ്കിൽ പിന്നെ നിങ്ങൾ സംസാരിച്ചത് തീർക്കും, നമ്മുടെ ഭാഗത്തുനിന്ന് വിട്ടുവീഴ്ചയൊന്നും വേണ്ട, അദ്ദേഹം എന്തായാലും സോറി പറയാനാണല്ലോ വിളിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ പെരുമാറ്റമാണല്ലോ മോശം, അവിടെ ചെല്ലൂ എന്ന് പറഞ്ഞു. ഇദ്ദേഹം അവിടേക്ക് വീണ്ടും വിളിച്ചു വരുത്തിയിട്ട് അവിടെ ചെന്ന് ഇവർ നിന്ന് ഡോറിന് കൊട്ടി. ഇദ്ദേഹം വന്ന് ഡോർ തുറന്ന് വായിരിക്കും എന്നൊക്കെ പറഞ്ഞ് എനിക്ക് എൻ്റെ ഭാഗത്തുനിന്ന് തെറ്റുണ്ടായി എന്നൊക്കെ പറഞ്ഞ് അവിടെ വിളിച്ചിരുത്തിയിട്ട് ഇദ്ദേഹം അള്ളു രാമചന്ദ്രൻ എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ച ഒരു രംഗമുണ്ട്. ഒരു കളക്ടറെ തെറി വിളിക്കുന്നത്. ആദ്യം പ്രിയപ്പെട്ട കളക്ടർ, നല്ല ഹരിതാപമായിട്ടുള്ള ചുറ്റുപാട്, ഇതൊന്നും പറയാനല്ലടാ ഞാനിപ്പോൾ ലൈവിൽ വന്നത് എന്ന രീതിയിൽ നേരത്തെ വിളിച്ച എൻ്റെ 100 ഇരട്ടി തെറി വീണ്ടും വിളിച്ചു വരുത്തിയിട്ട് ആ സിനിമ രംഗം കണ്ടിട്ടുണ്ടോ? അള്ളു രാമചന്ദ്രനിലെ. പക്ഷേ അത് ഒറിജിനലാണെന്ന് തോന്നുന്നു. ഒറിജിനലാണെന്ന് തോന്നുന്നു. ഇദ്ദേഹത്തിൻ്റെ ഒറിജിനൽ ക്യാരക്ടറായിട്ടാണ് എനിക്ക് ഈ കഥ കേട്ടപ്പോൾ തോന്നിയത്. ഇദ്ദേഹത്തിൻ്റെ കഥ പഠിച്ച ശേഷം ഇത് എഴുതി വെച്ച പോലെ ഉണ്ട്. അതുപോലെ ആദ്യം സോറിയൊക്കെ പറഞ്ഞിട്ട് പിന്നെ നീ ആരാടി എന്ന് ചോദിച്ചുകൊണ്ട് കേട്ടാൽ അറയ്ക്കുന്ന രീതിയിലുള്ള തെറി ഇദ്ദേഹം ആ റൂം അടച്ചു വെച്ചിട്ട് വിളിച്ചു. എന്നിട്ട് അവർ താഴെ ഇറങ്ങി വന്നു. അവർ കൊണ്ടുപോയി മരടിലാണ് അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റ്. മരട് സ്റ്റേഷനിൽ കൊണ്ടുപോയി അവരുടെ ഓഫീസിൽ നിന്ന് പറഞ്ഞ് ഇനി ഒന്നും നോക്കണ്ട, പിന്നെ കൊണ്ടുപോയി സിറ്റി പോലീസ് കമ്മീഷണർക്ക് കുട്ടി ഓഫീസിൽ വന്ന് മെയിൽ ചെയ്തു. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് മെയിൽ ചെയ്തു. ആ മെയിൽ ചെയ്ത ശേഷം സിറ്റി പോലീസ് കമ്മീഷണർ ഇത് പരിഗണിച്ചു. അത് കൺസേണിന് ശേഷം മരടായതുകൊണ്ട് മരടിലേക്ക് മരടിൽ കൈമാറിയപ്പോൾ പിന്നെ മരടിൽ ഒരു FIR ഇട്ടതിന് പിന്നാലെ ഈ പറയുന്ന കുട്ടിയെ, ആ സ്ഥാപനത്തെയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അങ്ങോട്ട് ബന്ധപ്പെട്ടു. അവരെ അങ്ങോട്ട് വിളിച്ചിട്ട് ഞങ്ങൾ കൂടി പരാതി തരാൻ പറഞ്ഞു. കാര്യം ഇവനെ കൈകാര്യം ചെയ്യാൻ വേണ്ടി ശ്രീനാഥിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു മറ്റവർ. ഇദ്ദേഹത്തിൻ്റെ തൊല്ല മറ്റവർക്ക് താങ്ങാൻ പറ്റും. സെറ്റിലൊക്കെ ഭയങ്കര പ്രശ്നമാണ്. ഭീകരമായിട്ടുള്ള പ്രശ്നങ്ങളായതുകൊണ്ട് ഒരു അവസരം കിട്ടാൻ വേണ്ടി മറ്റൊരു കാത്തിരുന്ന സമയത്താണ് ഈ സാധനം വന്ന് വീണത്. അപ്പോൾ അവർ വിളിച്ചിട്ട് പറഞ്ഞു ഈ പരാതി ഞങ്ങൾക്ക് തരാൻ പറഞ്ഞു, ഞങ്ങൾക്ക് കൂടി എഴുതി തരാൻ പറഞ്ഞു. പരാതി എഴുതി കൊടുത്തു. ഇദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ഈ പറയുന്ന പ്രശ്നബാധിതൻ എന്ന് കരുതപ്പെടുന്ന ഷെയ്ൻ നിഗത്തെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിനെതിരെ ഇഷ്ടംപോലെ പരാതികളാണ്. ഷെയ്ൻ നിഗത്തിന്റെ തൊല്ലയാണെങ്കിൽ സഹിക്കാൻ പറ്റാത്ത രീതിയിൽ സൈക്കോ അത് തന്നെ ആ രീതിയിലാണ്. കാരണം ഈ ഡയറക്ടർമാരൊക്കെ ഇപ്പോൾ ഒരു ഡയറക്ടറുടെ കലയാണല്ലോ സിനിമ എന്ന് പറയുന്നത്. ഡയറക്ടർമാർ ഒരു ഫുട്ടേജ് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫുട്ടേജ് ഉടനെ തന്നെ ഇവനെ കൊണ്ട് കാണിക്കണം. അത് എഡിറ്റ് ചെയ്ത ഫുട്ടേജ് ആയിരിക്കണം, എഡിറ്റ് ചെയ്ത് കാണിക്കണം. അത് ഇവന്റെ പൊസിഷനും കാര്യങ്ങളൊക്കെ ഇവൻ തീരുമാനിക്കും. നമ്മുടെ പക്ക സരോജ് കുമാറില്ലേ, സരോജ് കുമാറിനെ ഈ സീനിൽ ക്യാമറ എവിടെയാണ്? പക്ഷേ സരോജ് കുമാർ ഒന്നും ഈ പറയുന്ന പോലെ ഇദ്ദേഹത്തിനെതിരെ ഒന്നും ലഹരി ആരോപണങ്ങളില്ല. ആ കഥാപാത്രത്തിനെതിരെ ലഹരി ആരോപണങ്ങളില്ല. അദ്ദേഹം പെട്ടെന്നൊരു സരോജ് കുമാർ എന്ന് പറയുന്ന ആരാണ്?
രായപ്പൻ എന്ന് പറയുന്ന കഥാപാത്രം പെട്ടെന്ന് ഒരു ദിവസം ഒരു തിരക്കഥ അടിച്ചു മാറ്റി ഒരു നടനായി മാറുകയും പിന്നീട് ആ തനിക്ക് കിട്ടിയ സൗഭാഗ്യത്തിൽ അഭിരമിക്കുകയും ചെയ്യുന്നതാണ് കഥ. ഇതങ്ങനല്ല. അദ്ദേഹത്തിനെതിരെ ലഹരി ആരോപണങ്ങൾ വരുന്നു. ലഹരി ആരോപണങ്ങൾ മദ്യമല്ല വരുന്നത്. ലഹരി ആരോപണങ്ങൾ വരുമ്പോൾ അതിനെ സാധൂകരിക്കാനായിട്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഏതോ ഒരു ഇതുപോലെ തന്നെ ഏതോ ഒരു ഫിലിം ബീറ്റ് നോക്കുന്ന ഒരു ചാനലിൽ നമ്മുടെ ഷൈൻ ടോം ചാക്കോ വന്നിരുന്ന് വലിയ രീതിയിൽ പറയുന്ന കേട്ടു. ആദ്യമായിട്ട് ഷൈൻ ടോം ചാക്കോ ആരോ കാണുന്ന എന്തോ സീനാണ്. ഞാൻ ആദ്യമായിട്ട് ഇയാളെ കാണുമ്പോൾ ഞാൻ ആഷിഖ് കപൂറിന്റെ വീട്ടിന്റെ മുകളിൽ നിന്ന് ഞാനിങ്ങനെ താഴോട്ട് വരികയല്ല, എൻ്റെ കയ്യിൽ ജോയിന്റും ഉണ്ട്. വളരെയധികം മഹത്വവൽക്കരിച്ച് പറയുകയാണ്, നോർമലൈസ് ചെയ്ത് പറയുകയാണ് എന്ന് ജോയിന്റും ഉണ്ട് എന്ന് പറയുമ്പോൾ കൂടെ ഇരിക്കുന്ന ആൾക്കാർ ചിരിക്കുന്നു, ചില ആൾക്കാർ പോവണം എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ അങ്ങ് അർമാദിക്കുന്നു. ഇപ്പോൾ ഈ ഇദ്ദേഹത്തിന് തെറി വിളിക്കുമ്പോഴും അവിടെ ഇരിക്കുന്ന സ്ത്രീകളും കുട്ടികളും എല്ലാവരും ആഘോഷിക്കുകയാണത്. അതെ അതെ, ഒരു വീഡിയോ ഇത് മനുഷ്യന്മാരുടെ അത് മറ്റേ സ്രാങ്ക് പറയുന്ന പോലെ എനിക്ക് ഭ്രാന്തായതാണോ നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായതാണോ എന്ന് പറയുമ്പോൾ ഇവൻ കിടന്നങ്ങ് തെറി പറയുവാണ്. തെറി പറയുമ്പോൾ അവിടെയുള്ള നാട്ടുകാരെല്ലാം ഇങ്ങനെ ഇരുന്ന് അർമാദിക്കുവാണ്, ആനന്ദിക്കുവാണ്. ഇവരുടെ സിനിമകളിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം, സിനിമകളിൽ നമ്മളിപ്പം അതൊരു സിനിമയായി കണ്ടാൽ മതി എന്ന് പറയുമ്പോഴും സിന്തറ്റിക് ഡ്രഗിനെ ഇവർ ശരിയെന്ന് പറയുന്നുണ്ട്. മദ്യം ശരിയെന്ന അല്ല പറയുന്നത്, മദ്യമോ മറ്റു കാര്യങ്ങളോ ഒന്നും ശരിയെന്ന് അതിൻ്റെ അല്ല വിഷയം. സിന്തറ്റിക് ഡ്രഗിൻ്റെ വളരെ അപകടകാരിയായിട്ടുള്ള സാധനമാണ്. ഒരു തലമുറയെ മൊത്തത്തിൽ നശിപ്പിച്ച് കളയാൻ നിമിഷ നേരം മതി അതിനെ നശിപ്പിച്ച് കളയാൻ. കൂടി കഴിഞ്ഞാൽ കണ്ടിന്യൂസ് യൂസ് 19 ദിവസം മതി. സിന്തറ്റിക് ഡ്രഗ് MDMA യൂസ് 19 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ ബ്രെയിനെ അത് വലിയ രീതിയിൽ മാറ്റിമറിക്കും. ഞാനിത് പറയാൻ കാര്യം, ഞാൻ ഒരിക്കൽ ധനുഷിനോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ തിരക്കഥയുമായിട്ടൊക്കെ നടന്നിട്ടുണ്ടെന്ന്. ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള ഒരാളെ അല്ല ഇപ്പോൾ ഈ കാണുന്ന കഥ പറയാൻ പോയ ആളെ അല്ല ഷൈൻ ടോം ചാക്കോ. ഇപ്പം ഷൈൻ ടോം ചാക്കോയുടെ അടുത്ത് ഷാം കഥ പറയാൻ പോയിട്ടുണ്ട്. ഞാനൊരു ഡയറക്ടറുടെ കൂടെ പോയിട്ടുണ്ട്. ഷൈൻ ടോം ചാക്കോ ഇപ്പോഴല്ലേ ഭയങ്കര ഫെയിമിലേക്ക് വന്നത്? അല്ല, കുറെ കാലം മുമ്പ് കുറെ കാലം മുമ്പ് എനിക്ക് തോന്നുന്നു കമലിന്റെ അസിസ്റ്റന്റ് ആയിരുന്നു അല്ലേ ഷൈൻ ടോം ചാക്കോ? അല്ല, ഞാൻ കുറെ കാലം മുമ്പ് എന്ന് പറഞ്ഞാൽ കുറച്ച് വർഷങ്ങൾ, ഈ കൊറോണയ്ക്കൊക്കെ കുറച്ച് വർഷങ്ങൾ മുമ്പുള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ എന്നെ വിളിച്ചുകൊണ്ട് മലയാളത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഡയറക്ടറും ഞാനും കൂടെ അദ്ദേഹത്തിന് ഈ കഥ ഇഷ്ടപ്പെട്ടു. ഞാനും അദ്ദേഹം കൂടി അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി. 2 റോളുള്ള കഥാപാത്രമാണ്, 2 നായകന്മാരുള്ള ഒരു കഥാപാത്രം, ചെറിയ സംഭവങ്ങൾ ചെയ്യുന്ന ഒരു രീതിയിലുള്ള ഒരു ക്രൈം സ്റ്റോറി ആയിരുന്നു. അപ്പോൾ നമ്മുടെ അങ്ങനെ അത് ചെന്നപ്പോഴത്തേക്ക് അന്ന് കണ്ട ആളെയല്ല ഇപ്പോൾ ഈ സംസാരിക്കുന്നത്. അദ്ദേഹത്തിന് ഞാൻ കൊച്ചിയിൽ കുറച്ചു കാലം മുമ്പ് ഒരു വാർത്താ സമ്മേളനത്തിന് അദ്ദേഹത്തിൻ്റെ ഒരു ഫിലിം പരിപാടിയുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനത്തിൽ ഞാൻ പോയിരുന്നു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം ഞാൻ ചില സമയത്ത് ഞാൻ വിചാരിച്ചത് ഇത് അഭിനയിക്കുന്നതായിരിക്കും. കാരണം അന്ന് കണ്ട കാമാൻ ക്വയറ്റായിട്ട് നിന്ന് കഥ കേട്ട ആളെയല്ല അദ്ദേഹത്തിൻ്റെ ബ്രെയിനിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ അന്ന് പോയപ്പോൾ എങ്ങനെയായിരുന്നു? എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഷാമ്പ് കണ്ട സ്ഥിതിക്ക് ഞാൻ ചോദിക്കുകയാണ്, ഈ ഷൈൻ ടോം ചാക്കോ ഇപ്പൊ കാണിക്കുന്ന ഈ എക്സെൻട്രിക് ആയിട്ടുള്ള സ്വഭാവം തന്നെയാണോ അന്ന്? അല്ല, ഒരിക്കലും അല്ല. അദ്ദേഹം വളരെ ശ്രദ്ധാപൂർവ്വം കഥ കേട്ടു. ആദ്യത്തെ ഫസ്റ്റ് പാർട്ട് കേട്ട ശേഷം പുള്ളി പറഞ്ഞു സെക്കൻഡ് പാർട്ട്, അതായത് ഞാൻ ആദ്യം ഈ പറയുന്ന ഫസ്റ്റ് പാർട്ട് ആലോചിച്ച് നോക്കട്ടെ, ദെൻ സെക്കൻഡ് പാർട്ട് നമുക്ക്, അതായത് പിന്നെ ഇന്റർവ്യൂവിന് ശേഷമുള്ള ഭാഗം അത് നമുക്ക് നാളെ കേൾക്കാം. അതിൻ്റെ സമയക്കുറവ് കൊണ്ടല്ല, മറിച്ച് എനിക്ക് രണ്ടാമത്തെ ഇത്രയും ക്യാരക്ടേഴ്സ് വരുന്നത് കൊണ്ട് എനിക്ക് അതിനെ ഉൾക്കൊണ്ടുവരാനുള്ള എനിക്ക് ഡൗട്ട്സ് ഉണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഡൗട്ട്സ് ചോദിക്കാം, അതിന് നിങ്ങൾ മറുപടി പറയുന്നു. ഇങ്ങനെ അദ്ദേഹം കുറേ ഡൗട്ട്സ് ചോദിച്ചു. ഞാൻ പോലും അത്ഭുതപ്പെട്ടു. ഇങ്ങനെയൊക്കെ കുറേ ചെറിയ കാര്യങ്ങൾ പോലും അദ്ദേഹം അതിനകത്ത് കണ്ടെത്തി. പക്ഷേ പുള്ളിക്കാരൻ്റെ സ്വഭാവം ഇപ്പം അതിഭീകരമായിട്ടും ഇപ്പോൾ ഈ കഥ കൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് വേറെ എന്തെങ്കിലുമൊക്കെ പറയുമായിരിക്കും. വേറെ പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറയുന്നു. പിന്നെ ഈ ഷൈൻ നിഗത്തിന്റെ കാര്യം പറഞ്ഞു. ഷൈൻ നിഗത്തിനെതിരെ ഇവരുടെ സിനിമകളും ന്യായീകരിക്കുന്നു, സിന്തറ്റിക് ഡ്രഗിനെ ന്യായീകരിക്കുന്നു. സിന്തറ്റിക് ഡ്രഗിനെ ന്യായീകരിക്കാൻ പാടില്ല. സിന്തറ്റിക് ഡ്രഗിനെ ന്യായീകരിച്ചുകൊണ്ട് സിനിമകൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത്, സിനിമ ഒരു വലിയ മാധ്യമമാണ്. സിനിമ എന്ന് പറയുന്നത്, ഞാൻ പലപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, സിനിമ നമ്മളെക്കാൾ വലിയൊരു മാധ്യമമാണ്. ഇവിടുത്തെ മെയിൻ സ്ട്രീം 1-ാം നമ്പർ ചാനലിനേക്കാൾ വലിയ മാധ്യമമാണ് സിനിമ. സിനിമ ഒരു കൊണ്ട് ഇറക്കി കൊടുക്കുന്ന സാധനം എന്ന് പറയുന്നത് വളരെ വലിയൊരു ഇതാണ്. ഇപ്പോൾ തന്നെ കുട്ടികളുടെ പ്രവേശനോത്സവത്തിൽ അംബാനിയും രംഗണനെയും കൊണ്ടുവന്ന് വെച്ചപ്പോൾ ഒരു സൈക്കോളജിസ്റ്റ്, ഒരു കൗൺസിലറായിട്ടുള്ള, ഞാൻ പേര് പറയുന്നില്ല, അദ്ദേഹം ഇതിനെ വളരെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു. നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? സിനിമ ഒരു മാധ്യമമാണ്, കുട്ടികളിലേക്ക് അംബാനിയും രംഗണനെയും ആണോ വെച്ചു കൊടുക്കേണ്ടത്? നിങ്ങൾ ആ സിനിമ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അതിൻ്റെ പുറകെ അത് മാറ്റി കുട്ടികളെ കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു രംഗമായിരുന്നു. പ്രവേശനോത്സവത്തിന് മുന്നോടിയായിട്ട് ഇറക്കിയ ഒരു ചിത്രം, സർക്കാർ ഇറക്കിയ ഒരു ചിത്രം, അത് വളരെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് പിന്നീട് അത് അവരെടുത്ത് മാറ്റേണ്ടി വന്നു. സിനിമ ഒരു വലിയ മാധ്യമമാണ്. അതിലാണ് ഈ പറയുന്ന സിന്തറ്റിക് ഡ്രഗിനെ ഇവരെ ന്യായീകരിക്കുകയും അതിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഇവർ വാർത്താ സമ്മേളനത്തിൽ ഇത് ന്യായീകരിക്കുകയാണ്. വാർത്താ സമ്മേളനത്തിലും ഇവർ ഭീകരമായി ഇതിനെ ന്യായീകരിക്കും. മലയാള സിനിമയിലെ നടന്മാര് ഭൂരിഭാഗം സിന്തറ്റിക് നമ്മളല്ല പറഞ്ഞു, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും സംവിധായകരുമാണ് പറയുന്നത്. സംവിധായകർ മറച്ചു വെക്കുന്നുണ്ട്. പക്ഷേ ഓഫ് റെക്കോർഡായിട്ട് അവർ പല ആൾക്കാരും പറയുന്നുണ്ട്, ഡ്രഗ്സിന് അടിമയാണ് പല ആൾക്കാരും ഇല്ലേ പറയുന്നു. പല്ല് പൊടിഞ്ഞൊരു നടനുണ്ട് എന്ന് പറഞ്ഞ് ഈ ഇടയ്ക്ക് ഒരു ആരോപണം ഉണ്ടായിരുന്നു. അത് പറഞ്ഞത് ഒരു നടനാണ്. അത് പറഞ്ഞതും ഒരു നടനാണ്. പക്ഷെ അദ്ദേഹം ആരാണെന്ന്, ഈ പറയുന്ന ആരാണെന്ന് ഉപയോഗിച്ച് പല്ല് പൊടിഞ്ഞൊരു നടൻ, ആ നടൻ ആരാണെന്ന് ആർക്കും അറിയില്ല. അത് പറഞ്ഞ നടൻ പിന്നീട് അത് ആവർത്തിച്ചില്ല. ഇത് വ്യാപകമായിട്ട്
സെറ്റിൽ ഇതിന്റെ ഇത് നടക്കുന്നുണ്ട്. ഇത് പറഞ്ഞത് നമ്മളല്ല, എക്സൈസ് ആണ് പറഞ്ഞത്. അല്ല, പോരാത്തതിന് പല ആരോപണങ്ങളും ഷൈൻ ടോം ചാക്കോ ഈ കഞ്ചാവ് കേസിൽ അകത്താവുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ഷൈൻ ടോം ചാക്കോ അല്ല അകത്താവേണ്ടത്, അത് വേറൊരു നടനാണ്. പക്ഷേ ഷൈൻ ടോം ചാക്കോ അവിടെ അബദ്ധവശാൽ വന്ന് പെട്ടുപോയതാണ് എന്ന വെളിപ്പെടുത്തലുകളും പല ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട്. വേറൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. എക്സൈസിന്റെ ജോയിന്റ് കമ്മീഷണർ അദ്ദേഹം ഒരു തവണ ഞാൻ അത് എക്സൈസ് ഒരു പുതിയൊരു കിറ്റ് കൊണ്ടുവന്നു, ഒരു കിറ്റ്. ഈ കിറ്റിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ കിറ്റ് വെച്ച് കഴിഞ്ഞാൽ 6 ലഹരി ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് കണ്ടെത്താൻ പറ്റും. MDMA, മെത്താഫിറ്റമിൻ പോലെയുള്ള 6 സാധനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് കണ്ടെത്താൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇത് നമ്മുടെ മറ്റേ കൊറോണ ടെസ്റ്റ് ചെയ്യുന്ന പോലൊരു സാധനമാണ്. ഇതുപോലെ ഇത് ഒരു നീഡിലുണ്ട്, ഇതെടുത്ത് വെച്ച് നമ്മളെ ഇതിലെ സ്രവം എടുക്കും, ഇതിലിട്ട് കഴിഞ്ഞാൽ ഇതിൽ ഏതാ യൂസ് ചെയ്തിരിക്കുന്നത് എന്നുള്ള തെളിയും. ഈ സാധനം ഒരുപാട് വ്യാപകമായിട്ട് എക്സൈസ് വാങ്ങിക്കൂട്ടിയ സമയത്ത് ഇതിൻ്റെ വാർത്ത ചെയ്യാൻ വേണ്ടി ഞാൻ അവിടെ ചെന്നു. അപ്പം അദ്ദേഹത്തിനോട് സംസാരിച്ചു, ജോയിന്റ് കമ്മീഷണറോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാനിങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ നമുക്കിത് കൂടുതൽ അറിയാനുള്ള താല്പര്യം ഉള്ളതുകൊണ്ട് ഞാൻ ഓരോ കാര്യങ്ങളിങ്ങനെ ചോദിച്ചതിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞത്, കൊച്ചിയിലെ സിനിമാ സെറ്റുകളിലേക്ക് എക്സൈസിനെ വിളിച്ചു വരുത്തുന്നത് അവിടുത്തെ സെറ്റിലുള്ള പ്രൊഡ്യൂസേഴ്സാണ്. നിങ്ങളൊന്ന് വരൂ, ഒന്ന് പരിശോധിക്കൂ, ഇന്ന പോലെ ഇവൻ ഇങ്ങനെ ഇരിക്കുകയാണ്, നിങ്ങളവൻ്റെ വണ്ടി കാരവനിലൊന്ന് കയറൂ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അതിപ്പോൾ സിനിമയിലുള്ള ഈ ഡ്രഗ് യൂസ്, അമിതമായിട്ടുള്ള ഈ ഡ്രഗ് യൂസ് എന്താ പോലീസിനൊന്നും ചെയ്യാൻ പറ്റാത്തത്? പോലീസിന് ചെയ്യാൻ പറ്റാത്തത്, സിനിമയുള്ള ഡ്രഗ് യൂസ് തടയാനായിട്ട് അകത്തോട്ട് കയറുമ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നമ്മുടെ ഈ കണ്ണാടി വെച്ചൊരു ഡയറക്ടർ ഉണ്ടല്ലോ, നമ്മുടെ മിസ്റ്റർ ഫ്രോഡൊക്കെ എടുത്ത് ഒരു ഡയറക്ടർ, കണ്ണാടി ആളെ മനസ്സിലായല്ലോ, സിനിമയിൽ വലിയ പുള്ളിക്കാരൻ ഈ ഇത് വിളിച്ചിട്ട് പറഞ്ഞത്, പോലീസിന് സെറ്റിൽ കയറാൻ എന്ത് അധികാരം, ഇത് തൊഴിലിടത്തിൽ തൊഴിലാളികളെ ഇത് തൊഴിലെടുക്കാൻ സമ്മതിക്കാത്ത ഒരു നീക്കമാണ് നടത്തുന്നതെന്ന് പറഞ്ഞ് വലിയ രീതിയിൽ ആക്രോശം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ പോലീസിനും ഉണ്ട്. പക്ഷേ പോലീസ് എന്ത് ചെയ്യും? പൊളിറ്റീഷ്യൻസ് ഇടപെടും സിനിമാക്കാർക്ക് വേണ്ടിയിട്ട്. ഇപ്പോൾ അതിൽ ഏതെങ്കിലും ഉൾപ്പെടുന്ന ഏതെങ്കിലും ഒരു കോണ്ടാക്റ്റിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ, നമ്മുടെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പല സ്ഥാനാർത്ഥികൾക്കും വേണ്ടിയിട്ട് പല നടന്മാരും ഇടപെടുന്നുണ്ട്. ഒന്നുമില്ല, അവർ ഡയറക്റ്റായിട്ട് പറയത്തില്ല, ചിലപ്പോൾ അവരുടെ ഒരുമിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ എടുത്ത് ഇവരെടുത്ത് എന്ത് ചെയ്യും, അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലിടും. അതിൻ്റെ അർത്ഥം ഞാൻ ഈ നടനൊപ്പം ഉണ്ട്, അല്ല ഈ സ്ഥാനാർത്ഥിക്കൊപ്പം ആണെന്ന രീതിയിൽ സൂചിപ്പിക്കുന്ന ഒരു ഇൻഡയറക്റ്റ് ആയിട്ടെങ്കിലും അവർ ചെയ്യുന്നുണ്ട്. ഇവർ പേഴ്സണലി വിളിക്കും, ഇവർക്ക് ഈ പൊളിറ്റീഷ്യൻസുമായിട്ട് പേഴ്സണലി ബന്ധമുണ്ട്, അപ്പോൾ ഇവർ വിളിക്കും. അല്ല, പോലീസുമായിട്ട് ബന്ധമുണ്ട്, പോലീസ് ഉദ്യോഗസ്ഥരുമായിട്ട് പേഴ്സണലി ബന്ധമുണ്ട്. എത്ര പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ സിനിമ അഭിനയിക്കുന്നുണ്ട്? എത്രയോ പോലീസ് ഉദ്യോഗസ്ഥർ അങ്ങോട്ട് സിനിമാ നടന്മാരെയും സംവിധായകരെയും വിളിച്ച് ഞാനൊന്ന് അഭിനയിക്കട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. എത്രയോ പോലീസ് ഉദ്യോഗസ്ഥർ സിനിമയുടെ കഥ പറയുന്നുണ്ട്. ഈ പോലീസ് ഉദ്യോഗസ്ഥരെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ആകെ നടന്നപ്പോഴൊക്കെ എന്താണ് നടന്നത് നമുക്കറിയാലോ. ഗുണ്ടയെ പിടിക്കാൻ പോയതാണ്, ഗുണ്ടയുടെ വീട്ടിൽ ഇപ്പോൾ പോലീസുകാരനാണ് ഇരിക്കുന്നത്. വെറും പോലീസുകാരനല്ല, ഡിവൈഎസ്പി ഇരിക്കുന്നു. ഡിവൈഎസ്പി, വിജിലൻസിൽ ഉദ്യോഗസ്ഥൻ, പോലീസ് ഡ്രൈവർ, പോലീസ് ഒരു CP, എത്രയും പേര് അതിനകത്ത് ഇരിക്കുന്നു. ഇത് ഞാൻ പറഞ്ഞുതരാം, പോലീസിന് സിനിമയിൽ നല്ല ബന്ധമുണ്ട്, സിനിമയിൽ നല്ല ബന്ധമുണ്ട്. ജോസഫ് എഴുതിയതാരാണ്? അദ്ദേഹത്തെ കുറ്റം പറയല്ല. ജോസഫ് എഴുതിയത് കോട്ടയം ജില്ലയിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. പോലീസുകാരനെ കൊണ്ട് ജോസഫ് എഴുതാൻ പറ്റും. ജോസഫ് എഴുതിയത് അദ്ദേഹമാണ്. പിന്നെ അങ്ങനെ കുറെ സിനിമകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം സംവിധാനം ചെയ്ത പടമുണ്ട്. സിനിമകൾ അറിയാലോ. അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമയാണ് നമ്മുടെ കോട്ടയത്തെ ഇലവിഴ പൂഞ്ചിറ. അത് സംവിധാനം ചെയ്ത അദ്ദേഹമാണ്. അപ്പൊ അദ്ദേഹം നല്ല മനുഷ്യനാണ്. അദ്ദേഹം ഈ പാർട്ടിലൊന്നും ഉൾപ്പെടുന്ന ദൃശ്യം പോലുള്ള സിനിമകളുടെ തിരക്കഥ എങ്ങനെയാണ് തയ്യാറാക്കിയെന്ന് ജിത്തു ജോസഫ് പറയുന്നുണ്ട്. അതായത് ഓരോ ഘട്ടം വരുമ്പോഴും ഓരോ ആൾക്കാരും വിളിച്ച് അന്വേഷിക്കും. അത് പോലീസ് ഉദ്യോഗസ്ഥരുണ്ടായിരിക്കും, പല എക്സ്പേർട്സ് ഉണ്ടാവും. അപ്പൊ ഇവർ സിനിമാക്കാരുമായിട്ട് ഇപ്പൊ ഈ മേഖലയിലോട്ട് എളുപ്പം പോലീസിന് കാലൂത്താൻ പറ്റില്ല. കാലൂത്താൻ പോലീസിനെ കൊണ്ട് പറ്റില്ല, എക്സൈസിനും പറ്റില്ല. എക്സൈസിനും കൊണ്ടും സാധിക്കുന്ന ഒരു കാര്യമല്ല ഇതിനകത്ത് പോയി തലവെച്ച് കൊടുക്കുക. ഇത് തലവെച്ച് കൊടുത്താൽ ഇത് വലിയ തൊല്ലപ്പെട്ട പണിയാണ്. പോലീസ് ഈ സിനിമാക്കാരിനകത്ത് ഉൾപ്പെടുക എന്നുള്ളതും, പിന്നെ എനിക്ക് തോന്നുന്നു കുറേയെങ്കിലും ഒക്കെ ഉൾപ്പെട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് പോലീസിനെ കൊണ്ട് പറ്റിയത് സിനിമയിലെ തമ്മിലടി മൂലം ദിലീപിൻ്റെ കാര്യത്തിലാണ്. ദിലീപിൻ്റെ കാര്യത്തിൽ പോലീസിന് ഇൻവോൾവ്, അത് പോലീസിനെ അങ്ങോട്ട് ചെന്ന് പ്രഷർ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു ദിലീപിനെ കൂട്ടാൻ വേണ്ടിയിട്ട്. ആ ഇടപാടുകൾ നല്ല രീതിയിൽ നടത്തുന്നുണ്ട്. ദിലീപ് ചെയ്തില്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. പക്ഷേ ദിലീപിനെ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള നല്ല പണി നടക്കുന്നുണ്ടായിരുന്നു. അത് ഒരുപാട് കാലം, ദീർഘകാലമായിട്ട് ദിലീപിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുമായിരുന്നു. ദിലീപിൻ്റെ ഭാഗത്തും പ്രശ്നങ്ങളുണ്ട്. ദിലീപ് അതിന് മുമ്പ് തന്നെ പല ആൾക്കാരെയും ഒതുക്കാൻ ദിലീപ് ശ്രമിച്ചിട്ടുണ്ട്, പല നടന്മാരെ ഒതുക്കാൻ ദിലീപ് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ദിലീപിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് മാസമായിട്ട് ഒരു ഇടപെടൽ നടന്നു. ആ ഇടപെടലിൻ്റെ ഭാഗമായിട്ടായിരുന്നു, അത് നേരത്തെ പ്ലാൻഡ് ആയിട്ടാണ് ഈ പറയുന്ന പോലെ കൊച്ചിയിലെ സിനിമാ രംഗത്തെ നടീനടന്മാരുടെ ഒരു കൂട്ടായ്മ അവിടെ ഉണ്ടാവുകയും ആ കൂട്ടായ്മയിൽ ഇടയിൽ ദിലീപിനെ ഉന്നം വെച്ചുകൊണ്ടുള്ള പരാമർശങ്ങൾ ഉണ്ടാവുകയും ചെയ്തത്. ദിലീപ് കൂടി പങ്കെടുത്ത പരിപാടിയാണ്. പക്ഷേ അത് നേരത്തെ പ്രീ പ്ലാൻഡ് ആയിട്ട് ദിലീപിനെ ഓപ്പറേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളാണ്. പിന്നെ
അന്നത്തെ ആ സമയത്തെ വാർത്തകൾ പലതും വരുമ്പോൾ പല കാര്യങ്ങളും ഇന്ന കാര്യങ്ങളെല്ലാം വിളിച്ച് പറഞ്ഞ് മീഡിയക്കാർക്ക് പറഞ്ഞിരുന്നത് നമുക്കടക്കം മീഡിയക്കാർക്ക് പറഞ്ഞിരുന്ന സിനിമ സെറ്റിൽ നിന്നുള്ള ആൾക്കാരാണ്. അല്ല, ഈ ഡ്രഗ്സിന്റെ കാര്യം പറയുമ്പോഴേ ഷാമേ ഒരു കാര്യം കൂടെ പറഞ്ഞു പോകേണ്ടത്, ഷൈൻ ടോം ചാക്കോയുടെ ഒരു മാധ്യമങ്ങളുടെ ഒരു പ്രസ് കോൺഫറൻസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ പ്രസ് കോൺഫറൻസിൽ മാധ്യമങ്ങൾ ഷൈൻ ടോം ചാക്കോയുടെ ഈ സിനിമയ്ക്കകത്തുള്ള ഈ ലഹരി ഉപയോഗത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ വല്ലാണ്ട് രോഷാകുലനാകുന്നുണ്ട്. ചുറ്റുമുള്ള ആൾക്കാരൊക്കെ ചിരിക്കുകയാണ്. ഇത് നോർമലൈസ് ആയി കഴിഞ്ഞു. ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ബാസി, ഷെയ്ൻ നിഗം ഈ 3 പേരും ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഉണ്ടല്ലോ, അവരങ്ങനെ തന്നെയാണ്, അവർ കഞ്ചാവാണ് എന്നുള്ള രീതിയിൽ നോർമലൈസ് ആയി. അവിടെ ഒരു മിനിറ്റ്, ഇത് ഷൈൻ ടോം ചാക്കോ പറയുന്ന ഒരു കാര്യമുണ്ട്. വലിയ വലിയ കാര്യങ്ങളാണ് പുള്ളി പറയുന്നത്. പുള്ളി പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ഡ്രഗ്സ് ആരാ കൊണ്ടുവരുന്നത് അവരെ പിടിക്കുക, ആരാ കൃഷി ചെയ്യുന്നത് അവരെ പിടിക്കുക, ആരാ ഇത് ഒത്താശ ചെയ്യുന്നത് അവരെ പിടിക്കുക, അല്ലാതെ ഈ കൊണ്ടുവരുന്ന 5-ന് 10-ന് വിൽക്കാൻ നടക്കുന്ന ആൾക്കാരെയല്ല, മേടിച്ച് ഉപയോഗിക്കുന്നവരല്ല പിടിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് വളരെ ഗംഭീരമായിട്ട് അതിനെ നോർമലൈസ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അവിടെ നിന്ന് ഷൈൻ ടോം ചാക്കോ ഇത് ഭയങ്കരമായിട്ട് നോർമലൈസ് ചെയ്യുന്നുണ്ട്. ഈ കാറ്റഗറിയിൽ പെടുന്ന എല്ലാവരും പ്രധാനമായിട്ടും പറയുന്ന ഒരു കാര്യം ഇതാണ്, ഞങ്ങളല്ല അവരെ പിടിക്കും, അത് നിങ്ങൾ അവരെ പിടിക്കുക എന്നാണ് പറയുന്നത്. അല്ല, ഒരു കാര്യമുണ്ട്, ഇത് കേട്ടിട്ട് ചിരിക്കുന്നു എന്ന് പറയുന്നുണ്ടല്ലോ, ഈ ആൾക്കൂട്ടത്തിൽ നിന്ന് ചിരിക്കുന്നു. അവിടെ ഇരിക്കുന്ന എല്ലാ ഈ ഓൺലൈൻ മാധ്യമങ്ങളിലുള്ള ഈ സിനിമ ബീറ്റ് കൈകാര്യം ചെയ്യുന്നവരാണ്. ഇവരാരും ജേർണലിസം പഠിച്ചവരല്ല. ജേർണലിസം പഠിച്ചവരല്ല. അവരുടെ കാണാനുള്ള ഭംഗിയും അവരുടെ വാക്കാലുള്ള പ്രയോഗങ്ങളുമല്ല. ഈ ജേർണലിസം പഠിക്കുന്നവർക്ക് ഉണ്ടാകുന്ന ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് സമൂഹത്തിനോട് നമ്മൾ എങ്ങനെ എന്ത് വാർത്തയാണ്, എന്ത് വാർത്തയാക്കണം, എന്തിൽ ഇടപെടേണ്ട എന്നുള്ള സാധനം പഠിക്കുന്നുണ്ടല്ലോ. വാർത്താപരമായിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഈ ജേർണലിസ്റ്റുകളുടെ ഒരു ജേർണലിസ്റ്റ് പഠിച്ച ഒരാളുടെ മുന്നിൽ വന്നിട്ട് ഈ പറയുന്ന തട്ടിക്കറി കാണിച്ചാൽ അവൻ തിരിച്ചു ചോദിക്കും. അതിപ്പോൾ നമ്മളിപ്പോൾ എത്ര ദേഷ്യപ്പെട്ടാലും. അല്ല, അവിടെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ നമുക്ക് തോന്നുകയാണ് ഈ കൊച്ചി നഗരത്തിൽ ഇപ്പോൾ ഒരുപാട് ഈ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തുന്ന കുറെ ജേർണലിസ്റ്റുകൾ കുറെ മൈക്കും പിടിച്ചുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ടല്ലോ. അതെ, ആൾക്കാരുടെ ഈ കൊച്ചു കൊച്ചു സ്ത്രീകളുടെ കൊച്ചു ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ മുമ്പിലൊക്കെ പോയിട്ട് കാണുമ്പോൾ പോകുമ്പോൾ പോകുമ്പോൾ താഴും എന്നൊക്കെ പറഞ്ഞ് ദ്വയാർത്ഥപരമായിട്ടുള്ള പറഞ്ഞ് അടിമേടി ഈ ഇടയ്ക്ക് അടിയൊക്കെ കൊടുത്തു. ആട്ടോക്കാരന്മാർ വളഞ്ഞിട്ട് അടിയൊക്കെ കൊടുത്തു. അങ്ങനെയുള്ളവരാണ് കൂടുതലും അവിടെ വന്ന് നിൽക്കുന്നതും ചിരിക്കുന്നതും ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇക്കയുടെ കാര്യം പിന്നെ പറയണ്ട. ഇക്ക ഇപ്പോ എങ്ങനെ മണിയടിക്കാം, മോഹൻലാലിനെ ആട്ടിവിട്ടാലും ഇക്കയ്ക്ക് യാതൊരു നാണവുമാനം. ഇക്ക ഇതുപോലെ നമ്മുടെ ശ്രീനാഥ് ബാസി ഒരു വേദിയിൽ വെച്ച് തൊലി ഉരിച്ചു. തൊലി ഉരിച്ചെന്ന് പറഞ്ഞാൽ നാണം കെടുത്തി. ഇക്കയ്ക്ക് ഒരു പ്രശ്നമില്ല. ഇക്കയ്ക്ക് ഇവരുടെ ബൈറ്റ് കിട്ടണം, ഇക്കയ്ക്ക് വൈറലാവണം, ഫേമസ് ആവണം. അത് മാത്രമാണ് ഇക്കയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. സാമൂഹികപരമായിട്ട് യാതൊരു അദ്ദേഹം പണ്ടൊരു ലോക്കൽ ചാനലിലെ ക്യാമറമാൻ ആയിരുന്നു. ഒരു ലോക്കൽ ചാനലിലെ അതാ സംസാരിക്കുന്ന കണ്ടാൽ അറിയാം. ലോക്കൽ ചാനലിലെ ക്യാമറമാൻ എന്ന് പറയുന്നത് മോശം പരിപാടിയൊന്നുമല്ല. അദ്ദേഹം പിന്നീട് പറയുന്നത്, അദ്ദേഹം പിന്നെ പണ്ട് ഞാൻ പഴയ ഇന്ത്യ വിഷന്റെ പ്രോഡക്റ്റാണ്, ഇന്ത്യ വിഷന്റെ പ്രോഡക്റ്റ് ആണെന്നൊക്കെയാണ് പറയുന്നത്. ഇന്ത്യ വിഷന്റെ പ്രോഡക്റ്റ് ആണെങ്കിൽ വാ തുറക്കുമ്പോൾ ഇമാതിരി വൃത്തികെട്ട വർത്താനം വരത്തില്ല. അത് നമുക്ക് ഷാമ ഞാൻ കാര്യം പറയട്ടെ, ഇപ്പം ഞാൻ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഷാമ സംസാരിക്കുമ്പോഴെല്ലാം നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഒരാൾ വാ തുറന്ന് സംസാരിക്കുമ്പോൾ ഒരു വിഷയത്തെക്കുറിച്ച് പറയാനായിട്ട് അയാളുടെ വാക്കുകളിൽ കാണും ഇത് എവിടെയാണ് വർക്ക് ചെയ്തത്, എവിടെയാണ് വർക്ക്. അല്ല, ഞാൻ എന്നോട് ഒരു മാധ്യമ പ്രവർത്തകൻ പറഞ്ഞൊരു കഥയുണ്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന കൂട്ടത്തിൽ ഇദ്ദേഹം ഇങ്ങനെ ഇന്ത്യ വിഷന്റെ പ്രോഡക്റ്റ്, അപ്പം പഴയ ഇന്ത്യ വിഷൻകാരെയൊക്കെ നമ്മളും ഒക്കെ ഈ പറയുന്ന ഇതിന്നൊക്കെ കറങ്ങി തിരിഞ്ഞ് വന്നവരായതുകൊണ്ട് അങ്ങനെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് വന്നതുകൊണ്ടുള്ള സാധനം വരുമ്പോഴേ നമുക്കിത് മനസ്സിലാവുമല്ലോ. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, പണ്ട് എവിടെയോ ഉണ്ട് ഈ ഇടുക്കി ഭാഗത്ത് എവിടെയോ വണ്ടി ഇടിച്ചപ്പോഴത്തേക്ക് അവിടുത്തെ റിപ്പോർട്ടർ അത്യാവശ്യം കുറച്ച് വിഷ്വല് സംഘടിപ്പിക്കാൻ വേണ്ടി പരതി ഇപ്പോൾ സമയത്ത് ഇദ്ദേഹം അതിലെ നടന്നു വന്നു ഈ വണ്ടി ഇടിച്ചിടത്തൂടെ. അപ്പോൾ ഇദ്ദേഹത്തെ ഈ പരതി വന്നതിൻ്റെ കൂട്ടത്തിലുള്ള ഒരാളുടെ സുഹൃത്താണ് ഇക്ക. അപ്പോൾ ഇക്കയെ വിളിച്ചിട്ട് പറഞ്ഞ്, എടാ നീ അവിടെ ഉണ്ടോന്ന് ചോദിച്ചു. അപ്പം പുള്ളി പറഞ്ഞു, എടാ ഞാനിങ്ങനെ ഇന്നടുത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, എടാ നീ അവിടെ വണ്ടി ഇടിച്ചിട്ടുണ്ട്, അതിൻ്റെ ഒരു വീഡിയോ ഒന്ന് എടുത്ത് അയച്ചു തരുമെന്ന് ചോദിച്ചു. പുള്ളി ഒരു ഇച്ചിരി വീഡിയോ എടുത്ത് അയച്ചു കൊടുത്തു. അങ്ങനെ പുള്ളി റിപ്പോർട്ടറായി മാറി. അവിടുന്ന് സർട്ടിഫിക്കറ്റ് കിട്ടിയ ആ വളവിൽ ജീപ്പും ഒരു ഓട്ടോറിക്ഷ കഴിഞ്ഞ് കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമത്തിൽ ഫിലിം ബീറ്റ് നോക്കാനായിട്ട് ഇക്ക കയറി. അല്ല, ആ മനുഷ്യന് സാമ്പത്തിക ബാധ്യത ഉണ്ടായപ്പം ഇക്ക സാമ്പത്തിക സഹായം ചെയ്തു. പലിശയ്ക്ക് പകരം അവിടുത്തെ റിപ്പോർട്ടറായി മാറി. ശമ്പളമൊന്നും വേണ്ട. പക്ഷെ ഇക്ക ഇപ്പോഴും കൊതിക്കുന്നുണ്ട് ആന്റണി പെരുമ്പാവൂരിന്റെ സ്ഥാനത്ത് ഇക്കയായിരുന്നെങ്കിൽ എന്ന് ഇക്ക കൊതിക്കുന്നുണ്ട് കേട്ടോ. അതാണ് മോഹൻലാലിന്റെ പുറകെ നിരന്തരമായി മോഹൻലാലിന്റെ പുറകെ നടക്കുന്നില്ല. പക്ഷെ മോഹൻലാലൊന്നും അടുപ്പിക്കായിരിക്കുന്ന ഏറ്റവും നല്ലത്. നാടകടിപ്പിക്കത്തില്ല. പക്ഷേ ഇതിനകത്ത് ഇനിയിപ്പോൾ ശ്രീനാഥ് ബാസിയെ കുറിച്ച് പറയാം, ഒരു കാര്യം കൂടെ പറയാം. ശ്രീനാഥ് ബാസി തെറി വിളിച്ചത് ഒരു കാരണവശാലും ന്യായീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ശ്രീനാഥ് ബാസി തെറി വിളിച്ച രണ്ടാമത്തെ ആളായിരുന്നു റെഡ് എഫ്എമ്മിന്റെ ജീവനക്കാരാണ്. ഇദ്ദേഹവും റെഡ് എഫ്എമ്മിന്റെ ജീവനക്കാരാണ്. ഇയാൾ തുടങ്ങിയത് ആ റെഡ് എഫ് എമ്മിനാണ്. ആ റെഡ് എഫ് എമ്മിൽ ഇദ്ദേഹത്തെ പോലെ തന്നെ ജോലി ചെയ്യുന്ന, ഇദ്ദേഹത്തെ പോലെ കയറി വന്ന ഒരു പയ്യനെയാണ്. പക്ഷേ ക്ഷമ, എനിക്ക് അതിലൊരു കാര്യം പറയണം. ഞാൻ എവിടെയെങ്കിലും പറയണമെന്ന് വിചാരിച്ചതാ. ഒരു കാര്യം ആലോചിച്ചു, ആ പയ്യന്റെ പ്രസൻസ് ഓഫ് മൈൻഡ്
ഇവൻ ഇതിന് തെറി വിളിക്കുകയാണ്. അപ്പൊ ഇതിനകത്ത് എന്ത് കാമൻ ക്വയറ്റായിട്ടൊന്ന് കേട്ടു. അത് അവന്റെ ഞാനാണെങ്കിൽ അല്ല അവന്റെ ക്വാളിറ്റിയാണ്. ക്വാളിറ്റിയാണ്. ഞാനാണെങ്കിൽ മൈക്ക് നോക്കി തലയടിച്ചു. നിന്റെ ഇന്റർവ്യൂ വേണ്ട തേങ്ങയും വേണം. വേണ്ടെന്ന് പറയുകയും ചെയ്ത് തിരിച്ചിറങ്ങിയിട്ട് നമ്മൾ അല്ല ഒന്നാം തരമായിട്ട് അവനത് പറയുമ്പോൾ നമ്മളെ തെറി വിളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഇവൻ ആദ്യത്തെ തെറി വിളിക്കുന്ന സമയത്ത് തന്നെ മൊബൈലിനകത്ത് സീക്രട്ട് ക്യാം ഓൺ ആക്കും. പോക്കറ്റ് കിടക്കുന്ന മൊബൈലാണ്. ഈ പോക്കറ്റ് കിടക്കുന്ന മൊബൈൽ ഇങ്ങനെ ഒരു തമ്പ് ഇട്ടിട്ട് സംസാരിച്ചോണ്ടിരിക്കുന്നതോടെ ഇത് ഓണാക്കിയിടും. ഇത് ഓണാക്കിയിടുമ്പോൾ എന്താ അടുത്ത ഫേസ് എന്താ ഈ ഓപ്പോസിറ്റ് ഇരിക്കുന്നവന്റെയാണ്. അവൻ പറയുന്ന തെറി മൊത്തം ഇതിനകത്ത് ക്യാച്ച് ആവും. അതെടുത്തിട്ട് പുറത്തോട്ട് എടുത്തിട്ട് നമ്മൾ കൊടുക്കണമെന്നില്ല, അടുത്ത മാധ്യമത്തിന് അങ്ങോട്ട് അയച്ചു കൊടുക്കും. അതെ, അങ്ങനെ തെറി വിളിക്കുന്ന എനിക്ക് തോന്നുന്നു ഇതൊക്കെ ചിലപ്പോ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ അതിൻ്റെയൊക്കെ സൈഡ് എഫക്ട്സോ ആഫ്റ്റർ എഫക്ട്സ് ഒക്കെ ആയിരിക്കാം. എന്തായിരുന്നാലും ഇയാൾ രക്ഷപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നല്ല ഇത് ഒരു വഴിയേ ഉള്ളൂ, നല്ല കൗൺസിലിംഗ് കൊടുക്കുക. കൗൺസിലിംഗ് അല്ല, കൗൺസിലിംഗ് കൊടുത്തിട്ടൊന്നൊരു കാര്യമില്ല. ഇദ്ദേഹമൊക്കെ ഈ പറയുന്ന പോലെ ലഹരിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അത് ഉപയോഗിക്കുന്നു ഞാൻ പറയുന്നില്ല. ലഹരിക്ക് ഒരു പ്രത്യേകതയുണ്ട്, സിന്തറ്റിക് ഡ്രഗിന് ഒരു പ്രത്യേകതയുണ്ട്. അത് ബ്രെയിനിനകത്ത് കിടക്കുന്നത് മണിക്കൂറോളം അത് കിടക്കും. അതിങ്ങനെ ലെവൽ താന്നു വരും, പിന്നീട് ലെവൽ കൂടും. ഞാൻ പറഞ്ഞ നേരത്തെ അതാണ് ഞാൻ AC കറണ്ടിന്റെ വേവിനെ കുറിച്ച് പറഞ്ഞത്. AC കറണ്ട് ഇങ്ങനെ പോകുന്നതിൻ്റെ വേവ്. അതുപോലെ ഇടയ്ക്ക് നമ്മൾ വിചാരിക്കും ഇദ്ദേഹം നോർമലായിരുന്നു. ഈ നോർമലായിരിക്കുന്ന ആൾ തന്നെ ഇത് ഉപയോഗിക്കാതെ തന്നെ വീണ്ടും ആ ലഹരിയിലേക്ക് തന്നെ തിരിച്ചു പോകും. ഇതാണ് ഇതിൻ്റെ കുഴപ്പം. അതായത് തലച്ചോറിലെ ചില കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നതിൻ്റെ പ്രത്യേകതയാണ്. നമുക്ക് ബോധമനസ്സ് ഇടയ്ക്കിടയ്ക്ക് ഈ ലഹരിയിൽ പിടിച്ചിട്ടിരിക്കുന്നത് പോലെ തന്നെ ബോധമനസ്സ് ഇടയ്ക്ക് വർക്ക് ചെയ്യും, വീണ്ടും അതിനെ കീഴ്പ്പെടുത്തും, ലഹരി കീഴ്പ്പെടുത്തും. ഇത് ഉപയോഗിക്കണ്ട. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. സിന്തറ്റിക് ഡ്രഗിൻ്റെ പ്രത്യേകത ഇതാണ്. ഇത് ഈ ഇദ്ദേഹത്തിൻ്റെയൊക്കെ പെരുമാറ്റങ്ങൾ കാണുമ്പോൾ ഇതിൻ്റെയൊക്കെ സംശയിക്കേണ്ടി വരും. ഇത് പറഞ്ഞുകൊണ്ട് നടത്തും.